അതേപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അതിനോടൊപ്പം ചേർന്നു. എല്ലാവരും ധരിച്ചു കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കും, ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ സഹായം ഉറപ്പാക്കും. 2000-ഓളം വരുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. മരിച്ചതിൻ്റെയും കാണാതായവരുടെയും കണക്ക് മാത്രമല്ല പ്രശ്നം നമ്മുടെ മുമ്പിൽ. ആ മേഖലയിൽ നിന്നെല്ലാം ഉള്ളവരെ പുനരധിവസിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് അവസാനം കണക്കാക്കിയത് ഏതാണ്ട് 2000 കുടുംബങ്ങൾ വരും. 2000 കുടുംബം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം 2000 കുടുംബങ്ങൾക്ക് വീട് വേണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ മരിച്ചുപോയ കുടുംബം ഒരു 400-ഓ 450-ഓ ഇനി കിട്ടാനുള്ള ഒരു 10-ഓ 45-ഓ അങ്ങനെ വെച്ചാൽ ഒരു 300-ലധികം കുടുംബങ്ങൾക്ക് വീട് വേണമെന്നല്ലേ നമ്മൾ ധരിക്കുക. അല്ല, 2000 ആളുകൾക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഗവൺമെൻറ് 2 പ്രദേശം കണ്ടുപിടിച്ചു. അതിനെപ്പറ്റിയെല്ലാം പല തർക്കങ്ങളും ഉന്നയിക്കുന്നു. ഒരു തർക്കവുമില്ല. ആ 2 മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ പുനരധിവാസത്തിനാവശ്യമായ വീടും മറ്റ് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ സൗകര്യമല്ല ഉദ്ദേശിക്കുന്നത്. ലോകത്ത് തന്നെ നടന്ന പുനരധിവാസങ്ങൾക്കെല്ലാം മാതൃകയാവുന്ന ഒരു വയനാട് മോഡലാവണം, അതൊരു ടൗൺഷിപ്പ് ആവണമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വ്യക്തമായി തീരുമാനിച്ചത്. എങ്ങനെ ഒരു കൂര കെട്ടി അവിടെ പറഞ്ഞേക്കല്ല. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വലുതാണ്, വലിയ വീടാണ്. അതൊരു ഭാഗം. അതിൻ്റെ മേലെയും വീടെടുക്കാം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഈ 1000 ഫീറ്റിൻ്റെ മേലെ ഒരു വീടെടുക്കാൻ ആവശ്യമായ ഫൗണ്ടേഷനോട് കൂടിയുള്ള ഒരു വീടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 450-500 ഒക്കെയാണല്ലോ വരിക, അല്ലെങ്കിൽ 600. ഇത് 1000 വരും. വലിയ വീടാണ്. കാരണം ഇവിടെ ഈ തകർന്നു പോയത് വീട് നല്ല 2 നില കെട്ടിടം ഉൾപ്പെടെയുള്ള വലിയ വീടുകൾ ഉൾപ്പെടെയാണ് തകർന്നു പോയത്. അങ്ങനെയുള്ള കുടുംബത്തെ ഉൾപ്പെടെയാണ് അവിടെ പുനരധിവസിപ്പിക്കേണ്ടത്. അങ്ങനെ കേവലമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 1,00,000 വീട് പദ്ധതിയുടെയോ അല്ലെങ്കിൽ അതിനുശേഷം കണ്ട നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് പദ്ധതിയുടെയോ ഭാഗമായിട്ടുള്ളൊരു ചെറിയ വീടല്ല ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വീടാണ്. കുറച്ചുകൂടി നല്ല വലിയ വീടാണ്. ആ വീട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഫൗണ്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ വീട് 1000-ലധികം വരുന്ന സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ അതിൻ്റെ മേലെ അത്ര തന്നെ വലിയ ഒരു വീടുണ്ടാക്കാൻ സൗകര്യം കൂടി വെക്കുകയാണ്. വേണ്ടവർക്ക് അവിടെയും വീട് പിന്നീട് തയ്യാറാക്കാം. അപ്പോൾ ഒരു വലിയ സംവിധാനമാണ്. മാത്രമല്ല, കുടി ഒഴിഞ്ഞ് അവിടെ വന്ന് താമസിക്കുന്നവരോട് നിങ്ങളിവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? എങ്ങനെയാണ് താമസിക്കുക? എല്ലാ കാലവും ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ 300 രൂപ രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾക്കുള്ള പണം ഉൾപ്പെടെ കണക്കാക്കിയിട്ട് 300 രൂപ പ്രകാരം ഓരോ ദിവസം കൊടുക്കുക, വാടക കൊടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം മാത്രം മതിയോ? പോരാ. അപ്പോൾ എന്ത് വേണം? പുനരധിവാസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം. അവർക്ക് എങ്ങനെ ജീവിക്കാനാവും? ഈ 2000 കുടുംബങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമുള്ള തൊഴിൽ സൗകര്യങ്ങളോടുകൂടിയ സേവന സൗകര്യങ്ങളോടുകൂടിയ പദ്ധതികൾ കൂടി ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വേണം. എന്ന് പറഞ്ഞാൽ 2000 ആളുകൾ പാർക്കുക മാത്രമല്ല, 2000 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭൗതിക പശ്ചാത്തലമൊരുക്കി സൗകര്യം ഗവൺമെൻറ് ഉറപ്പാക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ പുനരധിവാസമാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ സാംസ്കാരിക ജീവിതമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണം പോരാ, അതിനാവശ്യമായ ജോലി പോരാ, അതിൻ്റെ അപ്പുറം അവർക്ക് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ വേണം. അതിനാവശ്യമായ രീതിയിലുള്ള സ്കൂളുകൾ വേണം കുട്ടികൾക്ക് പഠിക്കാൻ. ഈ 2000 കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംവിധാനമായി. അപ്പോൾ സ്കൂളുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ വായനശാല, ലൈബ്രറി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അവിടെ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ക്രിസ്ത്യാനിക്ക് ചർച്ച് വേണം, മുസൽമാന് പള്ളി വേണം, ഹിന്ദുവിന് ക്ഷേത്രം വേണം. അതൊന്നും അന്വേഷിച്ച് വേറെടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടൗൺ പ്ലാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ ശുദ്ധജലം വേണം, ഇലക്ട്രിസിറ്റി വേണം,
താമസിക്കാനുള്ള പശ്ചാത്തല സൗകര്യം വേണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർക്കറ്റുകൾ വേണം, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വേണം, അതുപോലെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ലൈബ്രറി ഉൾപ്പെടെയുള്ള വായനശാല ഉൾപ്പെടെയുള്ള സംവിധാനം വേണം, പ്ലേ ഗ്രൗണ്ട് വേണം. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസമാണ് കേരളം പ്ലാൻ ചെയ്യുന്നത്.